നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഫിലിം അവാർഡ്സ് ആണ് കേട്ടോ. നമ്മൾ ഓസ്കാർ, നാഷണൽ അവാർഡ്സ്, പിന്നെ കേരള സ്റ്റേറ്റ് അവാർഡ്സ്. അപ്പൊ കഴിഞ്ഞ എക്സാംസിലൊക്കെ നമുക്ക് ഒരുപാട് ഫിലിം അവാർഡ്സ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മനസ്സിലായി, LGS-ന് LDC-ക്ക് എല്ലാം ഫിലിം അവാർഡ്സ് ഒരുപാടായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫിലിം അവാർഡ്സ് ഒക്കെ നമ്മൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ നമ്മളെല്ലാം കൂടെ ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സാമിന് പോകുന്നതിന് മുമ്പ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഒന്ന് പറയുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ആപ്പിലെ കോഴ്സുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോഴ്സ് മേടിക്കാവുന്നതാണ്. ഓക്കെയാണ്. ഫിലിം അവാർഡ്സ് ഞാൻ പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ എക്സാംസിലൊക്കെ ഒത്തിരി ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. നിങ്ങൾ കറക്റ്റ് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കൃത്യമായി അറിയാം. 2024 കേട്ടോ. ഓസ്കാർ ഇപ്പൊ മാർച്ചിലാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഓഗസ്റ്റ് പകുതിയോടെയൊക്കെ നമ്മുടെ നാഷണൽ അവാർഡ്സും സ്റ്റേറ്റ് അവാർഡ്സും പ്രഖ്യാപിച്ചു. അപ്പൊ നന്നായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു കറണ്ട് അഫയേഴ്സ് ആണ് ഈ ഫിലിം അവാർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് കഴിഞ്ഞ എക്സാംസിനൊക്കെ ചോദിച്ചത് കൊണ്ട് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഓക്കെ. അപ്പോ 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് കേട്ടോ. അപ്പൊ ചിലപ്പോ നമുക്ക് 53ാമത് 54ാമത് എന്നൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് 53ആണോ 54ആണോ എന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോ മികച്ച ചിത്രമാണ്. മികച്ച ചിത്രം കാതൽ ദി കോർ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, മമ്മൂട്ടി സിനിമയാണ് കാതൽ ദി കോർ. അതിന്റെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ജിയോ ബേബിയാണ്. കാതൽ ദി കോറാണ് മികച്ച ചിത്രം. അപ്പൊ മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ടയാണ്. ജോജു ജോർജിന്റെ സിനിമയാണ്. അപ്പൊ ഓർത്തിരിക്കുക. അപ്പം ഫോട്ടോകളൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എക്സാമിനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത്. മികച്ച ചിത്രം കാതൽ ദി കോറാണ്. അതിന്റെ സംവിധായകൻ ജിയോ ബേബിയാണ്. രണ്ടാമത്തെ മികച്ച ചിത്രം എന്ന് പറയുന്നത് ഇരട്ടയാണ്. ഓക്കെയാണ്. അടുത്ത് മികച്ച സംവിധായകൻ ആരാണ്? ബ്ലസ്സിയാണ്. ഏത് സിനിമയ്ക്കാണ് കിട്ടിയതെന്ന് നിങ്ങൾക്ക് അറിയാം, ആടുജീവിതം. മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരാണ്. കഴിഞ്ഞ LGS-ന് ചോദിച്ചിരുന്നു. അപ്പൊ മികച്ച നടൻ ആരാണ്? പൃഥ്വിരാജ് സുകുമാരാണ്. സംവിധായകൻ ബ്ലസ്സിയാണ്. സിനിമ ഏതാണ്? രണ്ടും ആടുജീവിതം തന്നെയാണ്. ഓക്കെയാണ്. അടുത്ത മികച്ച സഹനടൻ ആരാണെന്ന് ചോദിച്ചാൽ വിജയരാഘവനാണ്. ഈ സിനിമയ്ക്കാണ്? പൂക്കാലം എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കാണ് മികച്ച സഹനടൻ വിജയരാഘവനാണ്. പൂക്കാലം എന്ന് പറഞ്ഞ സിനിമ. അടുത്ത മികച്ച നടി രണ്ടുപേർക്കാണ്. ഒന്ന് ഉർവശിയാണ്. ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കാണ്. അടുത്തത് ഷെയർ ചെയ്തിരിക്കുന്ന ബീന ആർ ചന്ദ്രൻ. തടവു എന്ന് പറഞ്ഞൊരു ചിത്രത്തിനാണ് കിട്ടിയിരിക്കുന്നത്. ബീന ആർ ചന്ദ്രൻ തടവു എന്ന് പറഞ്ഞൊരു ചിത്രത്തിനാണ്. അപ്പൊ ഉർവശിക്കാണ് ഏറ്റവും കൂടുതൽ തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. 6 തവണയാണ് കേട്ടോ. 6 തവണ കിട്ടിയിട്ടുണ്ട്. പിന്നെ മികച്ച സ്വഭാവ നടി എന്ന് പറയുമ്പോൾ ശ്രീഷ്മ ചന്ദ്രനാണ്. ശ്രീഷ്മ ചന്ദ്രൻ. അപ്പൊ മികച്ച സഹനടൻ വിജയരാഘവൻ, മികച്ച നടി രണ്ടുപേർക്ക് കിട്ടിയിട്ടുണ്ട്, ഉർവശിക്കും ബീന ആർ ചന്ദ്രനും. അപ്പൊ ഏത് സിനിമയ്ക്കാണെന്ന് കൂടി ഓർത്ത് വെച്ചേക്കുക, ഉള്ളൊഴുക്കും തടവും. മികച്ച സ്വഭാവ നടി ആരെന്ന് ചോദിച്ചാൽ ശ്രീഷ്മ ചന്ദ്രനാണ്. ഓക്കെ ആണല്ലോ. അടുത്ത് നമുക്കിത് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ഒത്തിരി ഉണ്ട്. ഒത്തിരി വെച്ചാൽ ഒത്തിരി ഓരോ ഇതിനും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആ ഒരു ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ചിത്രം, തിരക്കഥ, അങ്ങനെ. അപ്പൊ ഒരുപാട് കാറ്റഗറിയിൽ അവാർഡ് വരുന്നുണ്ട്. എല്ലാം നമുക്ക് ഉൾക്കൊള്ളിച്ചാലും എല്ലാം നമുക്ക് പഠിച്ചാലും ഓർമ്മയിരിക്കത്തില്ല. അപ്പൊ ചോദിക്കാൻ ചാൻസ് ഉള്ളത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഓക്കെയാണ്. അപ്പൊ ജനപ്രിയ ചിത്രം എന്ന് പറയുന്നത് ആടുജീവിതമാണ്. അപ്പം മികച്ച നടനും സംവിധായകനും ഒക്കെ എന്ത് തന്നെയാണ്? ആടുജീവിതത്തിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ജനപ്രിയ ചിത്രം ഏതാണ്? ആടുജീവിതത്തിന്. പക്ഷെ ജനപ്രിയ ചിത്രം വേറെ, മികച്ച ചിത്രം വേറെ. ഓക്കെയാണ്. മികച്ച ചിത്രം കാതൽ ദി കോർ. ജനപ്രിയ ചിത്രമാണ് ഏത്? ആടുജീവിതം എന്ന് പറയുന്നത്. അടുത്ത മികച്ച തിരക്കഥയാണ് ഇരട്ട. മികച്ച രണ്ടാമത്തെ ചിത്രം ഏതായിരുന്നു? ഇരട്ടയായിരുന്നു. അപ്പം അതില് മികച്ച തിരക്കഥ എന്താണ്? ഇരട്ടയാണ്. എഴുതിയതാരം രോഹിത് MG കൃഷ്ണൻ എന്നാണ് പേര്. അപ്പൊ മികച്ച ബാലതാരം പെൺ എന്നുള്ളത് ആർക്കാണ് കിട്ടിയത്? ആ കാറ്റഗറിയിൽ തെന്നൽ അഭിലാഷാണ്. ശേഷം മൈക്കൽ ബാത്തിമ, അങ്ങനെ ഒരു സിനിമയ്ക്കാണ് കിട്ടിയത്. മികച്ച ബാലതാരം ആൺ എന്ന കാറ്റഗറിയിൽ അവിർത്ത് മേനോനാണ്. പാച്ചുവും അത്ഭുത വിളക്കും, ആ സിനിമയ്ക്കാണ് കിട്ടിയത്. അപ്പൊ ജനപ്രിയ ചിത്രം ആടുജീവിതം, തിരക്കഥ ഇരട്ട, രോഹിത് MG കൃഷ്ണനാണ് എഴുതിയത്. അടുത്തത് ബാലതാരം തെന്നൽ അഭിലാഷ്, അവിർത്ത് മേനോൻ. അടുത്ത ഗായിക നോക്കുകയാണ്. ഗായികയും ഗായകനും കൂടി നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പൊ മികച്ച പിന്നണി ഗായിക ആൻ ആമിയാണ്. പാച്ചു അത്ഭുത വിളക്കില് തിങ്കൾ പൂവിൻ, അങ്ങനെ ഒരു പാട്ട് പാടി, അതാണ് ആ കുട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത്. ആൻ ആമി എന്നാണ് പേര്. മികച്ച പിന്നണി ഗായകനാണെങ്കിൽ വിദ്യാധരൻ മാസ്റ്റർക്കാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ്, അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം.
പിന്നെ ഈ ജൂറി ചെയർമാൻ, ചിലപ്പോൾ ജൂറി ചെയർമാൻ ആയിരിക്കും ചോദിക്കുക, സുധീർ മിശ്രയാണ്. സുധീർ മിശ്ര. ഓക്കെയാണ്. 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളാണ് നമ്മൾ നോക്കിയത്. വളരെ കുറച്ച് നോക്കിയിട്ടുള്ളൂ, വളരെ കാര്യമായിട്ട് വാസ്റ്റായിട്ടൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല, അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഇനി നോക്കാനുള്ളത് 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2022 കേട്ടോ. 2024 കൊടുത്തത്. 22 റിലീസായ ചിത്രങ്ങൾക്ക് ആ ഒരു കാറ്റഗറിയിലാണ് കൊടുത്തത്. അത് കൊടുത്തത് 2024 കേട്ടോ. അപ്പൊ എത്രാമത്തെയാണ്? 70ാമത്തെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. മികച്ച നടൻ ആരാണ്? ഋഷഭ് ഷെട്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാന്താര എന്ന സിനിമയ്ക്കാണ്. അതുപോലെ മികച്ച നടി 2 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് നിത്യ മേനോനും പിന്നെന്താ ഒന്ന് മാനസി പരേക്കും. ഓക്കെ. തിരുച്ചിത്രമ്പലം, കച്ച് എക്സ്പ്രസ്. നിത്യ മേനോന് കിട്ടിയിരിക്കുന്നത് തിരുച്ചിത്രമ്പലവും മാനസി പരേക്കിന് കച്ച് എക്സ്പ്രസും ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് ഞാൻ പറയുന്നത് കേട്ടോ. മികച്ച നടൻ ഋഷഭ് ഷെട്ടിയാണ്. മികച്ച നടി നിത്യ മേനോൻ, മാനസി പരേഖ്. ഓക്കെയാണ്. ഓക്കെ. അപ്പൊ മികച്ച ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ആട്ടമാണ് കേട്ടോ. ആട്ടം മലയാള ചിത്രമാണ്. മികച്ച ചിത്രം ഏതാണ്? ആട്ടമാണ്. മികച്ച സംവിധായകൻ സൂരജ് ആർ ബർജാത്തിയ എന്നാണ് പേര്. ഊഞ്ചായി എന്നാണ് സിനിമയുടെ പേര്. സംവിധായകന്റെ പേര് എന്താണ്? സൂരജ് ആർ ബർജാത്തിയാണ്. മികച്ച ചിത്രം ആട്ടമാണ്. ആട്ടത്തിന് ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്, നാഷണൽ അവാർഡ്. അത് മലയാള ചിത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാൻ കുറച്ച് ചാൻസ് കൂടിയ ഒരു ഇതാണ്. അപ്പോ ആട്ടം ഓർത്ത് വെച്ചേക്കാം. മികച്ച ചിത്രം ആട്ടമായിരുന്നു. പിന്നെ നമുക്ക് നോക്കാനുള്ളത് മികച്ച സഹനടൻ പവൻരാജ് മൽഹോത്ര. മികച്ച സഹനടി നീന ഗുപ്ത. ഓക്കെയാണ്. അടുത്ത് ആദ്യം മികച്ച ചിത്രം എന്ന് പറയുന്നത് ഏതാണ്? ആട്ടമാണ്. മികച്ച സംവിധായകൻ സൂരജ് ആർ ബർജാത്തിയ, ഊഞ്ചായി എന്നൊരു സിനിമയ്ക്കാണ്. മികച്ച സഹനടൻ പവൻരാജ് മൽഹോത്ര. മികച്ച സഹനടി നീന ഗുപ്ത. വലിയ പാടുള്ള പേരുകളൊന്നും അല്ല, ഓർത്തിരിക്കുക. പിന്നെ ജനപ്രിയ ചിത്രം കാന്താരയാണ്. മികച്ച ചിത്രവും ജനപ്രിയ ചിത്രവും തമ്മിൽ മാറിപ്പോകരുത്. ഓക്കെയാണ്. ജനപ്രിയ ചിത്രം കാന്താരയാണ്. മികച്ച ചിത്രം ഏതാണ്? ആട്ടമാണ്. ഓക്കെ. നമ്മള് കേരള സ്റ്റേറ്റ് അവാർഡ്സിലും അങ്ങനെ 2ആയിട്ട് പഠിച്ചിട്ടുണ്ട്, മികച്ച ചിത്രവും ജനപ്രിയ ചിത്രവും. പിന്നെ മികച്ച മലയാള ചിത്രത്തിന് അവാർഡ് കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ അത് സൗദി വെള്ളയ്ക്കൊക്കെയാണ് കിട്ടിയത്. മികച്ച ബാലതാരം എന്ന് പറയുന്ന ശ്രീപദ് ആണ്. മാളികപ്പുറം സിനിമയിൽ ഉണ്ടായിരുന്ന അതിനാണ് കിട്ടിയത്. മാളികപ്പുറം സിനിമയ്ക്കാണ് കേട്ടോ കിട്ടിയത് ശ്രീപദ്. അടുത്ത മികച്ച പിന്നണി ഗായിക ബോംബെ ജയശ്രീ ആണ്. സൗദി വെള്ളയ്ക്ക ഈ സിനിമയ്ക്കാണ് സൗദി വെള്ളയ്ക്ക എന്നുള്ളൊരു സിനിമ പാടിയിലാണ് കിട്ടിയത്. അടുത്ത മികച്ച പിന്നണി ഗായകൻ അർജിത് സിംഗ് ആണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. എക്സാമിന് പോകുന്നതിന് മുമ്പ് ഒന്ന് നോക്കിയിട്ട് പോവുക. ജനപ്രിയ ചിത്രം കാന്താരയാണ്. മികച്ച മലയാള ചിത്രം സൗദി വെള്ളയ്ക്ക. മികച്ച ബാലതാരം ശ്രീപദ്. മികച്ച പിന്നണി ഗായിക ബോംബെ ജയശ്രീ. സൗദി വെള്ളയ്ക്ക എന്ന സിനിമയ്ക്കാണ് കിട്ടിയത്. മികച്ച പിന്നണി ഗായകൻ അർജിത് സിംഗ് ആണ് കേട്ടോ. അടുത്ത മികച്ച സംഗീത സംവിധായകൻ പ്രീതം. ബ്രഹ്മാസ്ത്ര എന്നുള്ള സിനിമയ്ക്കാണ് കിട്ടിയത്. പിന്നെ 2 ഓർത്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ അത് 2 മലയാള സിനിമ ആയതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കണം. മികച്ച തിരക്കഥ ആനന്ദ് ഏകർഷിയാണ്. ഏത് സിനിമയ്ക്ക് തന്നെയാണ്? ആട്ടമാണ്. അതുപോലെ മികച്ച എഡിറ്റിംഗ് മാർക്കാണ് മകേഷ് ഭുവനന്താണ്. ഏത് സിനിമയ്ക്കാണ്? ആട്ടമാണ്. അപ്പൊ മികച്ച ചിത്രം ആട്ടമാണ്. തിരക്കഥ, എഡിറ്റിംഗ്, പാട്ടത്തിന് കുറച്ചധികം കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊരു മലയാള ചിത്രം ആയതുകൊണ്ട് തന്നെ ഇനിയുള്ള എക്സാംസിന് അങ്ങനെ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് 96ാമത് ഓസ്കാർ പുരസ്കാരങ്ങളാണ്. ഓസ്കാർ പുരസ്കാരങ്ങൾ നിങ്ങൾ പഠിച്ചതാണ്. നമുക്കൊരു മാർച്ചിലൊക്കെയാണ് അത് വന്നത്. അപ്പം ഓപ്പൺ ഹൈമർ എല്ലാവർക്കും അറിയാം. ഓപ്പൺ ഹൈമറാണ് ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയത് ഇത്തവണ ഓസ്കാർ പുരസ്കാരങ്ങൾ കിട്ടിയത്. ഏതിനൊക്കെയാണ് കിട്ടിയെന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് ഇത്രയും പഠിച്ചു വെച്ചാൽ ഇത് സെപ്പറേറ്റ് ഏതൊക്കെയാന്ന് പഠിച്ചു വെക്കേണ്ട. അതുകൊണ്ട് നമുക്ക് ഏതിനൊക്കെ ഓപ്പൺ ഹൈമറിന് ഏതിനൊക്കെ കിട്ടിയെന്നങ്ങ് പഠിച്ചു വെക്കാം. ഒരു 13 നോമിനേഷൻ ഉണ്ടായിരുന്നു ഓപ്പൺ ഹൈമറിന്. ഒരു 7 എണ്ണത്തിന് കിട്ടുകയും ചെയ്തു കേട്ടോ. ഓസ്കാർ 7 എണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് മികച്ച ചിത്രത്തിന് കിട്ടി, മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച സഹനടൻ, മികച്ച ഒറിജിനൽ സ്കോറിന് കിട്ടി, പിന്നെ എന്ത് കിട്ടി? മികച്ച എഡിറ്റിംഗിന് കിട്ടി, മികച്ച ഛായാഗ്രഹണം. അപ്പൊ ഓർത്തിരിക്കുക, എന്താണ് കൂടുതൽ ഏതിനാണ് കിട്ടിയത്? ഓപ്പൺ ഹൈമറിനാണ് കിട്ടിയത്. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്കത് നമ്മൾ കേട്ടിട്ടുമുണ്ട്. അത് നടന്ന കഥയായതുകൊണ്ട് നമുക്കത് അറിയാം, പേരെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പം 7 എണ്ണം ഓപ്പൺ ഹൈമറിനാണ് കിട്ടിയത് ഓസ്കാർ. പിന്നെ മികച്ച നടൻ കിലിയൻ മർഫിയാണ് കേട്ടോ. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ വേറെ രീതിയിൽ സി ഒക്കെയാണ് എഴുതുന്നത്. അപ്പൊ നമുക്ക് മലയാളത്തിലേ ചോദിക്കത്തുള്ളൂ. അപ്പം കിലിയൻ മർഫി എന്നാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മികച്ച നടനാണ്. അത് ഏത് സിനിമയ്ക്കാണ്? ഓപ്പൺ ഹൈമറിന് തന്നെയാണ്. മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ ആണ്. അതും ഏത് സിനിമയ്ക്ക് തന്നെയാണ്? ഓപ്പൺ ഹൈമറിന് തന്നെയാണ് കിട്ടിയത്. പിന്നെ മികച്ച ചിത്രം നേരത്തെ പറഞ്ഞു, ഓപ്പൺ ഹൈമർ തന്നെയാണ്. പിന്നെ എക്സ്ട്രാ ഓപ്പൺ ഹൈമർ അല്ലാത്ത പഠിക്കുന്നത് മികച്ച നടിയാണ്. മികച്ച നടി എമ്മ സ്റ്റോൺ ആണ്. ഏതിനാണ് കിട്ടിയെന്ന് വെച്ചാൽ പൂവർ തിങ്സ്. ഓക്കെയാണ്. മികച്ച നടി എമ്മ സ്റ്റോൺ ആണ്, പൂവർ തിങ്സിന് കിട്ടിയ. മികച്ച സഹനടി കൂടി പഠിക്കുക, ഡാവിൻ ജോയ് റാഡോൾഫ്. ഓക്കെ.
അപ്പൊ ബാക്കി എല്ലാം ഏതിനാണ് കിട്ടിയത്? ഓപ്പൺ ഹെയ്മറിനാണ് കിട്ടിയത്. അടുത്തത് സംവിധായകന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്രിസ്റ്റഫർ നോളനാണ്. ഏത് സിനിമയ്ക്കാണ്? ഓപ്പൺ ഹെയ്മറിന് തന്നെയാണ്. പിന്നെ മികച്ച തിരക്കഥ അനാട്ടമി ഓഫ് എ ഫോളിനാണ് കിട്ടിയത്. അത് ഒറിജിനൽ ഒറിജിനലും ഉണ്ട്, അഡാപ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാറ്റഗറി വരുന്നുണ്ട് ഇതില്. ഞാനത് അത്യാവശ്യം ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. മികച്ച തിരക്കഥ എന്താണ് ഒറിജിനൽ ഇതിൽ വരുന്നത് അനാട്ടമി ഓഫ് എ ഫോൾ ആണ്. പിന്നെ നമുക്ക് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, 96ാമത് ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി 2018 എന്നുള്ള സിനിമയാണ്. അപ്പൊ ചിലപ്പോ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഉള്ളത്. അപ്പോ നാഷണൽ അവാർഡ്സ്, സ്റ്റേറ്റ് അവാർഡ്സ് കൂടുതൽ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. നമ്മുടെ എക്സാംസിന് ഇപ്പൊ അത് കാണുന്നുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. അപ്പൊ അത് എന്നാലും ഒന്ന് റിവൈസ് ചെയ്യാം, എക്സാമിന് പോകുന്നതിന് മുമ്പ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.